ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വൊളാറ്റിലിറ്റി തന്നെയാണ്. ഇന്നലത്തെ മാസീവ് സെൽ ഓഫിന് ശേഷം ഒരുപക്ഷെ നിഫ്റ്റിയും സെൻസസും കുറച്ചും കൂടി താഴെ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. 23,300 ലെവലിലേക്കൊക്കെ ഒരുപക്ഷെ നിഫ്റ്റി താഴാനുള്ള സാധ്യതകളുണ്ട്. ഫർദർ സെൽ ഓഫ് വരികയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഫ്ലാറ്റായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റു മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഒപ്പം ആമസോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആമസോൺ ഇന്നലെ പുതിയ ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2.25 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ വീക്കായിരുന്നു. ഒപ്പം നമ്മൾ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ എല്ലാ കമോഡിറ്റികളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും കമോഡിറ്റികളെല്ലാം തന്നെ വീക്കാണ്. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $2,561 പെർ ഔൺസിനാണ്. അതുകൊണ്ട് തന്നെ കമോഡിറ്റിയിലൊരു ലാക്ലസ്റ്റർ ട്രെൻഡാണ് ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ മാത്രമാണ് ഫ്ലാറ്റായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഫ്ലാറ്റായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്ത് $72.17 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഡൊമസ്റ്റിക് സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ Q2 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിൽ കാണാനുണ്ട്. അതോടൊപ്പം തന്നെ NTPCയുടെ IPO വരികയാണ്. NTPC ഗ്രീൻ എനർജിയുടെ IPO വരികയാണ്. 108 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നവംബർ 19 മുതൽ നവംബർ 22 വരെയാണ് ഇഷ്യൂ ഡേറ്റുകൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫണ്ടമെൻ്റൽ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 100 PE ഇഷ്യൂ വരുന്നത്. അഡാനി ഗ്രീനിൻ്റെ PE 260 നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അഡാനി ഗ്രീനായിട്ട് കമ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ കപ്പാസിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ അഡാനി ഗ്രീനിനേക്കാളും താഴെയാണ്. അതേസമയം ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ NTPC ഗ്രീനിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ 7,500 കോടി രൂപയാണ്. ഒരു ഇക്വിറ്റി ക്യാപിറ്റൽ കൂടുന്തോറും പ്രൈസിൻ്റെ അപ്വേർഡ് മൊമെൻറ്റും കുറയും. അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് അപ്രിസിയേഷനാണ് നമുക്ക് ലിസ്റ്റിങ്ങിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷേ ലോങ് റണ്ണിൽ NTPC ഗ്രീൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് NTPC ഗ്രീൻ അപ്ലൈ ആവുന്നതാണ്. അതോടൊപ്പം തന്നെ NSE 45 സ്റ്റോക്കുകളെയും കൂടി പുതിയ സ്റ്റോക്കുകളെയും കൂടി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നവംബർ 29 ആരംഭിക്കുന്ന കോൺട്രാക്റ്റിൽ ഈ 45 സ്റ്റോക്കുകളും F&Oയിൽ ട്രേഡിംഗ് ആരംഭിക്കും. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് അത് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫർദർ മാർക്കറ്റ് ഫാളിൽ ഈ സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 4 ഘട്ടമായിട്ട് വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുന്നതൊക്കെ നന്നായിരിക്കും. നോർമലി F&Oയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 6-7 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1.5 കൊല്ലത്തിനുള്ളിൽ ആ സ്റ്റോക്കുകളിലൊക്കെ നല്ല അപ്രീസിയേഷൻ കാണാറുണ്ട്. അത്തരത്തിലുള്ള അപ്രീസിയേഷൻ ഈ സ്റ്റോക്കുകളിൽ പലതിലും കണ്ടേക്കാം. അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കുകളിൽ ഇക്വിറ്റി ക്യാപിറ്റൽ, അതുപോലെ തന്നെ പ്രൈസ് ഏണിംഗ് റേഷ്യോ, ഫേസ് വാല്യൂ, പ്രൊമോട്ടർ ഹോൾഡിംഗ്, ഡൊമസ്റ്റിക് ഫണ്ട് ഹോൾഡിംഗ് വെച്ചിട്ടുള്ളൊരു അനാലിസിസ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും തരുന്നതായിരിക്കും. അതിനനുസരിച്ച് ഈ സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നവംബർ 23 വരെ മാർക്കറ്റിൽ നമുക്ക് വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അതിനുശേഷമുള്ള വൊളാറ്റിലിറ്റി മഹാരാഷ്ട്ര അതുപോലെ തന്നെ മറ്റ് അസംബ്ലി ഇലക്ഷൻ റിസൾട്ടിനനുസരിച്ചിരിക്കും. അതുവരെ വളരെ കോഷനോട് കൂടിയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.